ചന്ദ്രഗ്രഹണം നടക്കുന്നത് പൗർണമി ദിവസങ്ങളിലാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകാറുണ്ടോ? നോക്കാം. അമ്പിളിയമ്മാവനെ നിങ്ങൾക്കേറെ ഇഷ്ടമല്ലേ? എല്ലാ ദിവസവും അമ്പിളിയമ്മാവനെ ഒരേ രൂപത്തിലാണോ കാണുന്നത്? അല്ല, ഒരു ദിവസം പപ്പടം പോലെ വട്ടത്തിൽ, ഒരാഴ്ച കഴിഞ്ഞാൽ പകുതി, അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഒരു തേങ്ങാപ്പൂൾ, പിന്നെ അതില്ലാതാകുന്നു. പിന്നെ വീണ്ടും തേങ്ങാപ്പൂളായി പ്രത്യക്ഷപ്പെടുകയും വളർന്ന് വളർന്ന് ഒടുവിൽ പൂർണ്ണചന്ദ്രനാവുകയും ചെയ്യുന്നു. അമ്പിളിയമ്മാവൻ്റെ ഈ കള്ളക്കളിക്ക് പിന്നിലെ രഹസ്യമെന്താണ്? ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്ന ഭാഗമാണ് ഓരോ ദിവസവും നമുക്ക് ദൃശ്യമാകുന്നത്. ഈ അംശങ്ങളെ ചന്ദ്രക്കലകൾ എന്ന് വിളിക്കുന്നു. ഭൂമിയെ ചുറ്റിയുള്ള ചന്ദ്രൻ്റെ ഒരു മാസത്തെ സഞ്ചാരത്തിനിടയിൽ ഒരു പ്രാവശ്യം ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ വരും. അന്ന് ചന്ദ്രൻ്റെ സൂര്യൻ അഭിമുഖമായ വശത്ത് മാത്രമേ പ്രകാശം പതിക്കുകയുള്ളൂ. ഭൂമിക്ക് അഭിമുഖമായ ഭാഗത്ത് ഇരുട്ടായിരിക്കും. ഇതിനെ അമാവാസി, അതായത് ന്യൂ മൂൺ എന്ന് വിളിക്കും. അമാവാസി മുതൽ പൗർണമി വരെയുള്ള യാത്രയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം വളർന്നു വരുന്നതായി കാണാം. ഇതിനെ വൃദ്ധി അല്ലെങ്കിൽ വാക്സിംഗ് എന്ന് വിളിക്കുന്നു. ചന്ദ്രൻ്റെ പരിക്രമണകാലത്ത് ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയ്ക്ക് വരുമ്പോൾ ചന്ദ്രനിൽ സൂര്യരശ്മി പ്രതിഫലിക്കുന്ന ഭാഗം ഭൂമിക്ക് നേരെ വരുന്ന സമയമാണ് പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ. പൗർണമി മുതൽ അമാവാസി വരെയുള്ള ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു വരുന്നതായി കാണാം. ഇതിനെ ക്ഷയം അഥവാ വെയ്നിങ് എന്ന് വിളിക്കുന്നു. അമാവാസി കഴിഞ്ഞ് 2-3 ദിവസങ്ങൾക്ക് ശേഷം കാണപ്പെടുന്ന ചന്ദ്രക്കല, അതായത് വാക്സിംഗ് ക്രസൻറ്റ്, ക്രമമായി വളർന്ന് 7 ദിവസം കഴിയുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്നു. ഇതിനെ ആദ്യപാദം എന്ന് വിളിക്കുന്നു. 11-ാം ദിവസമാകുമ്പോൾ ചന്ദ്രൻ്റെ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ഭാഗത്തിൻ്റെ പൂർണ്ണമല്ലാത്ത രൂപം ദൃശ്യമാകുന്നു. ഇത് വാക്സിംഗ് ഗിബസ്. 14-ാം ദിവസം ഭൂമിക്ക് അഭിമുഖമായി പൂർണ്ണചന്ദ്രനെ കാണാം. ഇത് പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ. 18-ാം ദിവസം ആകുമ്പോഴേക്കും വെയ്നിങ് ഗിബസ്. 21-ാം ദിവസമാകുമ്പോൾ അർദ്ധചന്ദ്രൻ, അതായത് ലാസ്റ്റ് ക്വാർട്ടർ. 28-ാം ദിവസം പിന്നെ വീണ്ടും അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ. ഇങ്ങനെയാണ് ചന്ദ്രൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള പരിക്രമണം. ചന്ദ്രൻ്റെ ഭ്രമണപഥം ഭൂമിയുടെ പരിക്രമണ തലവുമായി 5 ഡിഗ്രി ചെരിഞ്ഞാണുള്ളത്. അതുകാരണം ചന്ദ്രൻ സാധാരണഗതിയിൽ അമാവാസിയിലും പൗർണമിയിലും സൂര്യൻ്റെയും ഭൂമിയുടെയും നേർരേഖയിൽ നിന്ന് മുകളിലോ താഴെയോ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാ പൗർണമിയിലും അമാവാസിയിലും ഗ്രഹണം സംഭവിക്കുന്നില്ല. എന്നാൽ അപൂർവമായി ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും നേർരേഖയിൽ വരുമ്പോൾ ഗ്രഹണം നടക്കുന്നു.